ഹലോ, എല്ലാവർക്കും ഇലക്ട്രോണിക്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനിയുള്ള ഒന്ന് രണ്ട് വീഡിയോകളിൽ നമ്മൾ PCB എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് PCB ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ശേഷം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു PCB ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ഈ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന PCB ഞാൻ ഓൾട്ടിയൻ ഡിസൈനർ എന്ന ടൂൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ടൂള് പെയ്ഡ് ടൂളാണ്. അപ്പൊ നമുക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാനായിട്ട് ഞാൻ ഫ്രീ ടൂൾ ആയിട്ടുള്ള സർക്യൂട്ട് മേക്കർ എന്നൊരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകളിൽ PCB സ്കീമാറ്റിക്കിൽ നിന്നും PCB വരയ്ക്കുവാനും അതിനുശേഷം PCBയെ നമുക്ക് ആവശ്യമുള്ള ഒരു ഫാബ് ലാബിൽ കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരണം ഫാബ് ലാബിൽ കൊടുത്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ടു ഇസിൽ നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കും. ആദ്യം നമുക്ക് ഇൻസ്റ്റാളേഷൻ തൊട്ട് പഠിക്കാം. ഈ PCB ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് altian.com എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. അതിനുശേഷം അവിടെ നിന്ന് PCB ഡിസൈൻ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് സർക്യൂട്ട് മേക്കർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ ഡൗൺലോഡ് നൗ എന്നുള്ള ഇവിടെയോ അല്ലെങ്കിൽ ഈ കണ്ണ ഓപ്ഷനിലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യും. അതിനായിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കൊടുത്തു. ഡൗൺലോഡ് എന്ന ഓപ്ഷനിനകത്ത് നമുക്ക് ഒന്നുകിൽ ഇത് നേരത്തെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോദിച്ചിരിക്കുന്ന ഇൻഫർമേഷനുകൾ ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ മെയിലിലോട്ട് ഒരു കൺഫർമേഷൻ വരും. അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ഡൗൺലോഡ് ആവും. ഇലക്ട്രോണിക്സ് വേൾഡ് ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ആവും. ഓക്കെ, ഞാൻ ഡൗൺലോഡായി. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, സേവ് ആയി. ഇതൊരു 20-25 MB ഉള്ള ഫയലാണ്. ഡൗൺലോഡിങ് കഴിഞ്ഞു. ദെൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. അതിനായിട്ട് നെക്സ്റ്റ് കൊടുക്കുക, ഐ അഗ്രി കൊടുക്കുക. ഇനി ഇത് ഡീഫാൾട്ട് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ലൊക്കേഷൻ ചോദിക്കും. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഡീഫാൾട്ട് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ലൊക്കേഷൻ ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം യെസ് ഐ വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ്. നമുക്ക് ഇഷ്ടമുണ്ട് ഇത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് എന്ന് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് എന്നുള്ള കൊടുത്തതിനാണ്. നെക്സ്റ്റ് കൊടുത്തു. റെഡി ടു ഇൻസ്റ്റാൾ ആണ്. റെഡി ടു ഇൻസ്റ്റാളിന് ശേഷം നമുക്ക് ഒരു സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പം നമ്മൾ ഏത് മെയിൽ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചിട്ടുള്ളതാണോ ഡൗൺലോഡ് ചെയ്തത് അതേ മെയിൽ ഐ ഡിയും പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഈ ചെറിയ സെറ്റപ്പ് ഓൾറെഡി ഇൻസ്റ്റാളേഷന് വേണ്ടിയുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യും. ഏതാണ്ട് 1.2 GB ഫയൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈലിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ അത് ശ്രദ്ധിച്ചോളണം. ഡിസൈൻ ചെയ്യുന്ന ടൂള് എനിക്ക് അല്പം പുതിയതാണ്. ഞാൻ അധികം പരിചയമില്ലാത്ത ടൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമുക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ടൂള് സെലക്ട് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകളുടെ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ദയവായി ക്ഷമിക്കുക. എനിക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു തീം സെലക്ട് ചെയ്യാം. ഞാനൊരു ഡാർക്ക് തീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം റൺ സർക്യൂട്ട് മേക്കർ കൊടുക്കുക. ഫസ്റ്റ് ഓപ്പൺ ആവാനായിട്ട് ചിലപ്പോൾ ഒത്തിരി സമയം എടുത്തേക്കാം. അപ്പൊ ഇത് നിങ്ങളുടെ PCയുടെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. ടൂൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്ക്രീൻ. ഇനി നമുക്ക് ഇതൊന്ന് സൈൻ ഇൻ ചെയ്യണം. ഇത് സൈൻ ഇൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ശേഷം നമുക്ക് ഇതെല്ലാം ഓൺലൈനിൽ തന്നെ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യുക. ഈ സൈൻ ഇൻ ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ പ്രാവശ്യം നിങ്ങൾ ടൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈൻ ആയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. കൊടുത്തു. ഇപ്പൊ നമ്മൾ ടൂള് സൈൻ ഇൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേഴ്സണൽ സ്പേസ്, അതായത് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും. ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സ്വയം പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാബുകളിലോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ പുതിയ പേജ് ഓപ്പൺ ആയിട്ട് നമ്മൾ സാധാരണ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ ക്രോമിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് നേരിട്ട് തന്നെ PCB ഡിസൈനിലോട്ട് പോകാം. അപ്പൊ അതിനായിട്ട് നമ്മൾ 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് നമ്മൾ സ്കീമാറ്റിക് ഡിസൈൻ ചെയ്യുക. ഇവിടെ കാണുന്ന പോലെ സ്കീമാറ്റിക് ഡിസൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ PCB ഡിസൈൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് ഫയലുകൾ, അതായത്
PCB ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള ഗെർബർ ഫയൽ ജനറേറ്റ് ചെയ്യണം. അങ്ങനെ ഈ 3 സ്റ്റെപ്പാണുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സാധാരണ ടിപ്പിക്കലി ഗെർബർ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് അധികം ഫയൽസ് ആയിട്ട് ഇത് ക്രിയേറ്റ് ആയി കിടക്കുന്നത്. അങ്ങനെ ഇത് 3 സ്റ്റെപ്പാണുള്ളത്. അപ്പൊ ഈ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ഈ സ്കീമാറ്റിക് ഡിസൈൻ ആയിരിക്കും. അതിനുശേഷം PCB ഡിസൈൻ. അപ്പൊ ഈ സ്കീമാറ്റിക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫുട് പ്രിന്റിന്റെ ഒക്കെ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടിന്റെ ഒക്കെ ഫുട് പ്രിന്റും സ്കീമാറ്റിക് ലൈബ്രറി ആവശ്യമുണ്ട്. സ്കീമാറ്റിക് വരയ്ക്കാൻ നേരത്ത് സ്കീമാറ്റിക് ലൈബ്രറിയും ഫുട് പ്രിന്റ് ഡിസൈൻ ചെയ്തിട്ട് ഫുട് പ്രിന്റ് ലൈബ്രറിയും വരും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഇത് മുൻകൂട്ടി ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ നമുക്കുള്ള ലൈബ്രറികൾ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സർക്യൂട്ടിൽ ഇതിൽ ഏതെങ്കിലും ലൈബ്രറി ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആ രീതിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകാം. അപ്പൊ എല്ലാം ഈ PCB ഡിസൈൻ ഒരു കംപ്ലീറ്റ് പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഫയൽസിനകത്ത് ന്യൂ പ്രൊജക്ട് എന്ന ഓപ്ഷനിൽ പോവുക. ന്യൂ പ്രൊജക്ട് സിമ്പിൾ സർക്യൂട്ട് ആയിട്ടുള്ള ഒരു LED സർക്യൂട്ട് ആണ്, LED ബ്ലിങ്ക് ചെയ്യാനുള്ള. അപ്പൊ ഞാനിവിടെ ഓൺലൈനിൽ നിന്ന് ചെറിയ സർക്യൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 555 ഉപയോഗിച്ചിട്ട് ഒരു LED ബ്ലിങ്ക് ചെയ്യാനുള്ള സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഈ സർക്യൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് 3 റെസിസ്റ്ററും 2 കപ്പാസിറ്ററും ഒരു ICയും ഒരു LED ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പേര് നമ്മൾ എന്ത് ചെയ്യണം, ഈ PCB ഡിസൈനിന്റെ പ്രൊജക്റ്റിൽ കൊടുക്കണം. അപ്പം ഞാനിവിടെ 555 എന്ന് കൊടുത്തു. ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇത് ഡിസ്ക്രിപ്ഷൻ ഓപ്ഷനിലായിട്ട് നമുക്ക് നിർബന്ധമൊന്നുമില്ല കൊടുക്കുന്നുള്ളവരെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് വരും. ഇപ്പൊ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇതിനകത്ത് വേറെ ഡോക്യുമെന്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ സ്കീമാറ്റിക് പേജും അല്ലെങ്കിൽ സ്കീമാറ്റിക് വരയ്ക്കാനുള്ള ഷീറ്റോ അതുകൂടാതെ PCB വരയ്ക്കാനുള്ള ഫയൽസും ആഡ് ചെയ്യാൻ പറ്റും, അതായത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഒന്നുകിൽ ഇവിടെ പോവുക, എന്നിട്ട് ന്യൂ സ്കീമാറ്റിക് സ്കീമാറ്റിക് ഫയൽ ഏതാണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ന്യൂ ടു ദ പ്രൊജക്ട് എന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇവിടുന്ന് ന്യൂ പ്രൊജക്ട് എടുത്ത് ഫയൽസ് എടുത്തു, ന്യൂ കൊടുത്തു, സ്കീമാറ്റിക് ഡിസൈൻ ചെയ്തു. നമുക്ക് സ്കീമാറ്റിക്കിന് പേര് കൊടുക്കാം, സെയിം പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. കൊടുത്തു. ഇപ്പൊ നമുക്ക് സ്കീമാറ്റിക് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതുവഴിയാണ് നമ്മൾ സ്കീമാറ്റിക് വരയ്ക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ആണ്, A4 സൈസിലുള്ള ടെംപ്ലേറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ആവശ്യമുള്ള ഗ്രിഡുകളും ടൈറ്റിൽ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടി പോയി കഴിഞ്ഞാൽ ഈ പേജിന്റെ സൈസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. ടെംപ്ലേറ്റ് ഒന്നും വേണ്ടെങ്കിൽ ജസ്റ്റ് ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, നമുക്കിപ്പോൾ ഈ പതിപ്പിൽ ടെംപ്ലേറ്റ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നുമില്ല. നമ്മളൊന്ന് സേവ് ചെയ്തു. ഇനി ഇവിടെ കാണുന്ന ഈ മുകളിൽ കാണുന്ന ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കീമാറ്റിക് വരയ്ക്കുന്നത്. അപ്പൊ അതിനായിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പാർട്സ് എന്നുള്ളത് കോമ്പൗണ്ട് പ്ലേസ് ചെയ്യാനും, വയറ് പരസ്പരം ഇന്റർകണക്ട് ചെയ്യാനും, നെറ്റ് ലേബിൾസ് കൊടുക്കാനും, ബസ്സസ് ഒന്നിൽ ലൈനുകൾ ഒന്നിച്ച് ഡാറ്റ ബസ്സുകൾ പോലുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് വരയ്ക്കണമെങ്കിൽ, പിന്നെ പോർട്ടുകൾ, ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം പവർ സപ്ലൈ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇനി അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് നേരെ PCB വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ PCB വരയ്ക്കാനുള്ള സ്കീമാറ്റിക് ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു സ്കീമാറ്റിക് എടുക്കുക, നമ്മുടെ മനസ്സിലായി ഉണ്ടായാലും മതി എങ്ങനെ വരയ്ക്കുന്നതായി. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഈ കോമ്പൗണ്ടുകളെല്ലാം സെലക്ട് ചെയ്യാം. അതിനായിട്ട് പാർട്സിൽ ക്ലിക്ക് ചെയ്യുക. പാർട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് മേക്കറിന് ഓൾറെഡി സെറ്റ് ഓഫ് ലൈബ്രറി ഉണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്താൽ മതിയാവും. അതിനകത്ത് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ പാർട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമുക്ക് ഓരോ കോമ്പൗണ്ടിനെയും പ്രത്യേകം ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് റെസിസ്റ്ററും കപ്പാസിറ്ററും LED പിന്നെ ഒരു IC ആണ്. അപ്പൊ നമുക്ക് റെസിസ്റ്ററുകളെല്ലാം ഇവിടെ പാസീവ് കോമ്പോണന്റ് എന്നുള്ള ഓപ്ഷനിലും ICകൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിലും ഒപ്റ്റോ ഇലക്ട്രോണിക്സ് എന്നുള്ളിടത്ത് LED കിട്ടും. നമ്മൾ റെസിസ്റ്റർ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ പോകാം. അപ്പോൾ ഏത് കോമ്പൗണ്ട് നമുക്ക് ആദ്യം ചൂസ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഈ സർക്യൂട്ട് പ്രകാരം 1 കിലോ ഓമും 10 കിലോ ഓമും റെസിസ്റ്ററുകളാണ്. ഞാനിവിടെ എടുത്ത് 1 കിലോ ഓം സെലക്ട് ചെയ്യുക, എൻറ്റർ കൊടുത്തു. ഇനി ഇവിടെ കുറെ റെസിസ്റ്ററുകൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നോക്കിയാൽ ഒരു പച്ച സിമ്പിൾസ് ഇങ്ങനെ കാണാം. പച്ച സിമ്പിൾസ് ഉള്ളതായിരിക്കും ഇതിനകത്ത് ഡീഫാൾട്ട് ലൈബ്രറി ആഡ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനകത്തുള്ള ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഫുട് പ്രിന്റ് അല്ലെങ്കിൽ സ്കീമാറ്റിക് ലൈബ്രറി കിട്ടും. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത്
ഫുട്പ്രിന്റ് ലൈബ്രറി ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കേണ്ടതാണ്. ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല. ഇതിന് ഫുട്പ്രിന്റ് ലൈബ്രറി ഉള്ളതുണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. അതായിരിക്കും നമുക്ക് എളുപ്പം. ഇതിന് ഓൾറെഡി ഫുട്പ്രിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് ചൂസ് ചെയ്യാം. ഇതിലുണ്ട്. അത് പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം നമ്മുടെ മൗസ് പോയിന്ററിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. എന്നിട്ട് നമുക്ക് ഇത് ആവശ്യമുള്ളിടത്തുകൊണ്ട് പ്ലേസ് ചെയ്യാം. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സ്പേസ് ബാർ ഞെക്കിയാൽ മതിയാവും. സ്പേസ് ബാർ ഞെക്കി കഴിഞ്ഞാൽ 90 ഇത് റൊട്ടേറ്റ് ആയി വരും. പ്ലേസ് ചെയ്ത് നമുക്ക് അടുത്തത് വേണ്ട 10K ആണ്. ഈ 10K റെസിസ്റ്റർ നമുക്ക് ഒന്നുകിൽ ഇത് തന്നെ സെയിം പ്ലേസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ മാറ്റാം, അല്ലെങ്കിൽ ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് 10K എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നമ്മൾ 10K എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10K റെസിസ്റ്റൻസ് വന്നു. ഈ വാല്യൂ കറക്റ്റ് തന്നെയാണോ എന്നിവിടെ വരുന്നത് നോക്കിക്കോളണം. ഇവിടെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടാവും. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, പ്ലേസ് ചെയ്തു, നമുക്ക് 10K റെസിസ്റ്റർ പ്ലേസ് ചെയ്തു. ഇനി നമുക്കൊരു 1K റെസിസ്റ്റർ ഓറിനോടെ വേണം. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാവും. കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് വേണ്ട 2 കപ്പാസിറ്ററുകളാണ്. കോമ്പൗണ്ടിൽ പോവുക. ഇവിടെ ഈ പിൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പെർമനന്റ് ആയിട്ട് നിന്നോളും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഇനി നമുക്ക് പാസീവ് കോമ്പൗണ്ടിനകത്ത് 10 മൈക്രോഫാരഡ് എന്ന് സെലക്ട് ചെയ്യുക. 12 വോൾട്ട് ഓർ 16 വോൾട്ട്. 16 വോൾട്ട് എന്ന് കൊടുത്തു. ഓൾറെഡി ഇവിടെ ഒരെണ്ണം റേഡിയൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഉപയോഗിക്കാം. പ്ലേസ് കൊടുത്തു. ഏതെടുത്താലും മതിയാവും. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ 3D നല്ല ഇമേജ് ഉണ്ടോ നോക്കിയതാണ്. നമ്മൾ കപ്പാസിറ്റർ പ്ലേസ് ചെയ്തു. ശേഷം നമുക്ക് 100 നാനോ ഫാരഡ് വേണം. 100 നാനോ ഫാരഡ് എൻ്റർ ചെയ്ത് ഏതെങ്കിലും ഹോൾ റെസിസ്റ്റർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സോറി, ഇതില്ല. നമുക്കപ്പോൾ ഇത് ചൂസ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് പ്ലേസ് കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് IC വേണം. ICന് ഓൾ പാർട്സിൽ പോവുക. അതിനുശേഷം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് കൊടുക്കുക. N555 എൻ്റർ ചെയ്യുക. അതിന് ഇനി സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വെറും 555 എന്ന് കൊടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരയ്ക്കാൻ എളുപ്പത്തിനുള്ളൊരു സ്കീമാറ്റിക് ഫുട്പ്രിന്റ് സിമ്പിൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാവും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ തന്നെ എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരുപാട് പേര് ലൈബ്രറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എടുക്കാനായിട്ട് ഇത് വലിയൊരു കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നുന്നു. എനിക്ക് ഫുട്പ്രിന്റ് വരയ്ക്കാൻ ഇച്ചിരി സ്കീമാറ്റിക് വരയ്ക്കാൻ അല്പം പാടുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ചൂസ് ചെയ്യുന്നത്.
ഇത് കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ NE555 എന്ന് കൊടുത്തു, അതിന് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മളിനി നമ്മൾ ഇവിടെ 555 ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് NE555 എന്നുള്ളതാണ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്ലേസ് ചെയ്യുക. നമുക്ക് പ്ലേസ് ചെയ്യാം. ഇത് നമുക്ക് വേണ്ടത് LED ആണ്. LED സെലക്ട് ചെയ്യാനായിട്ട് ഓൾ പാർട്സിൽ പോവുക, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കളറുള്ള ഗ്രീൻ LED എന്ന് ടൈപ്പ് ചെയ്യുക. ഗ്രീൻ LED എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് റെഡ് വന്നു. ഓക്കെ, ഗ്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഏകദേശം വേണ്ട സ്ഥലത്ത് തന്നെ ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് ഒരു അഡീഷണൽ കോമ്പൗണ്ട് വേണം. നമുക്ക് ഒരു കണക്ടർ വേണം, നമുക്ക് പവർ സെറ്റിൽ കണക്ട് ചെയ്യാനായിട്ട്. അതിനായിട്ട് കണക്ടർ എടുത്ത് പോവുക. നമുക്ക് 2 പിൻ ഹെഡർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഡയറക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മെയിൽ എന്ന് ആഡ് ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ബാക്കിൽ ഒരു ഹ്യൂജ് ഡാറ്റാബേസ് ഉണ്ടാവും, അതുകൊണ്ടാണ് അല്പം ലോഡ് ആവാൻ താമസിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൊടുത്തു നോക്കാം. നിങ്ങൾ ഇത് ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കീവേഡ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യായിരിക്കും കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് രീതിയിൽ നോക്കിയിട്ട് ഇത് നമുക്ക് ആവശ്യമുള്ളൊരു മറ്റൊരു കണക്ടർ ഞാൻ കണ്ടില്ല. ഞാൻ ഓൾട്ടർനേറ്റീവ് കീവേഡ് കൊടുത്തു നോക്കാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഒന്ന് രണ്ടെണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കീവേഡ് മെയിൽ ഹെഡർ 2 പിൻ കൊടുത്തിട്ടുള്ള ഇത് കിട്ടിയത്. നമ്മൾ അത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കോമ്പോണന്റുകളും നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമുക്കിത് ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള പാരാമീറ്റർ, ഓരോ കോമ്പൗണ്ടിന്റെ പാരാമീറ്ററുകൾ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഈ മൈ രജിസ്റ്റർ എന്നൊന്നും നമുക്ക് സ്കീമാറ്റിക് വരച്ച് ചെയ്യുമ്പോൾ കാണുന്ന അത്ര രസമുള്ള കാര്യത്തില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈ രജിസ്റ്റർ എന്നുള്ളത് ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കാം. ഇവിടെ 1 കിലോ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാനിത് ഹൈഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ കമന്റ് ആയിട്ട് എന്ത് ഇൻഫർമേഷൻ നോക്കാം. ഇത് 10K കാണിക്കാത്തതുകൊണ്ട് അവിടെ ഞാൻ 10K എനേബിൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പാരാമീറ്ററിൽ പോയിട്ട് 10K എന്ന് ഓൾറെഡി വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്താലും മതി. ഇവിടുന്ന് 10K കാണിക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് 10K എന്നാക്കി മാറ്റുവാണിത്. ഇതൊക്കെ നമ്മൾ 1 കിലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും എളുപ്പം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതങ്ങനെ ജസ്റ്റ് മാറ്റുകയാണ്. പിന്നെ കപ്പാസിറ്റി നമുക്ക് 10 മൈക്രോഫാരഡ് ആണ് വേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തിട്ട് ഇത് ഡിസേബിൾ ചെയ്യുന്നു. ഇതേപോലെ ഇത് ഡിസേബിൾ ചെയ്യുന്നു, പകരം 10 മൈക്രോഫാരഡ് ഇവിടെ എനേബിൾ ചെയ്യുന്നു. LED പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് ഞാനത് ഡിസേബിൾ ചെയ്യുന്നു. ഗ്രീൻ എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഗ്രീൻ കളർ ഗ്രീൻ എന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട്. 555ന്റെ കേസിൽ അതേപോലെ തന്നെ നമുക്ക് മാനുഫാക്ചറിംഗ് പാർട്ട് നമ്പർ മതിയായിരിക്കും. നമുക്ക് ഇത് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. സാധാരണ
1 എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. ഡിസേബിൾ ആയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിത് ഷിപ്പ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. ഹോൾട്ട് ഞെക്കി പിടിച്ചിട്ട് സെലക്ട് ചെയ്താൽ മതി മാറ്റാനായിട്ട്. ഇത് ഏകദേശം നമ്മൾ പ്ലേസ് ചെയ്ത് നമ്മൾ കോമ്പൗണ്ടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ച് വരയ്ക്കാൻ എളുപ്പത്തിന് ഇത് ഓൾട്ട് ഞെക്കണ്ട, അല്ലാതെ തന്നെ ഇത് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്കിത് റൂട്ട് ചെയ്യാനായിട്ട് പോവാം. ഇതാണ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ എളുപ്പത്തിന് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പിൻ നമ്പർ 5 ഇതിനകത്ത് എനേബിൾ അല്ല കേട്ടോ. അപ്പൊ നമുക്ക് പിൻ നമ്പർ 5 കണക്ഷൻ നമുക്ക് വേണ്ട. ഞാൻ ഈ കോമ്പൗണ്ട് ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് ആവശ്യം അത്ര വേണ്ടതൊന്നുമല്ല. ഇത് നമുക്കിനി പവർ കൊടുക്കാനായിട്ടുള്ള കോമ്പൗണ്ട്. പവർ വെക്കാനായിട്ട് ഇവിടെ ജസ്റ്റ് പവർ നെറ്റ് അടയാളപ്പെടുത്തുന്നത്, അതിന് ഇവിടെ പോയിട്ട് നമ്മുടെ ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് 12 വോൾട്ട് ഉള്ളത് കൊണ്ട് അതെടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ VCC എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നെയിം കൊടുത്താലും മതി. ഇനി ഗ്രൗണ്ട് എടുത്തു, ഗ്രൗണ്ട് നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പം നമുക്ക് ആവശ്യമുള്ള VCC ഗ്രൗണ്ടും ആയിട്ട് നമുക്കിത് ഇന്റർ കണക്ട് ചെയ്യാം വയർ ഉപയോഗിച്ചിട്ട്. അതിന് വയറസ് ഇവിടെ പോയി സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ എവിടെയാണോ വരയ്ക്കാൻ തുടങ്ങേണ്ടത് അവിടെ പോയി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വയർ കണക്ഷൻ ആകും. ശേഷം അടുത്ത പോയിന്റിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കണക്ഷൻസ് ജോയിൻ ചെയ്യുക. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ഇങ്ങനെ വളച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ബാക്ക് സ്പേസ് എന്നിട്ട് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട്, ഞാൻ നമുക്ക് കാണിക്കാൻ വേണ്ടി ചെയ്താണ്, ഡിലീറ്റ് ചെയ്തിട്ട് നേരെ വരച്ചാൽ മതി. ഞാൻ ആവശ്യമുള്ള രീതിയിൽ നമുക്കിത് വരച്ചു കൊണ്ടുപോകാൻ പറ്റും എന്ന് അറിയിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. സ്കീമാറ്റിക് ഏകദേശം തന്നെ തീരുന്നുണ്ട്. നമ്മൾ സ്കീമാറ്റിക് കഴിഞ്ഞ് കണക്ഷന്റെ കണക്ടറിന് നമുക്ക് സപ്ലൈ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഈ കണക്ഷൻ ഇതേപോലെ വരച്ചെടുക്കാം, ഇതേപോലെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ഇവിടുന്ന് തന്നെ സെയിം നെറ്റ് ലേബലോ അല്ലെങ്കിൽ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനോ ഇതേപോലെ കൊടുത്താലും മതിയാവും. നമുക്കത് ഇഷ്ട രീതി ചെയ്യാം. കാരണം എല്ലാവരും കണക്ടറിലോട്ട് ഒരു കണക്ടറൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് ഇതേപോലെയാണ് കൊടുക്കാറ്. സർക്യൂട്ട് ഒന്ന് നീറ്റായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറ്. അപ്പൊ നമ്മുടെ സർക്യൂട്ട് ഡിസൈൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. നമ്മളൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സർക്യൂട്ട് ഒന്ന് അറേഞ്ച് ചെയ്തു, അതിനുശേഷം പ്രോപ്പറായിട്ട് കണക്ഷൻ കൊടുത്തു. ഇപ്പൊ സർക്യൂട്ടിന്റെ എല്ലാ രീതിയിലുള്ള വർക്ക് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സർക്യൂട്ടിനെ അങ്ങനെ തന്നെ നമ്മുടെ PCBയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇപ്പൊ PCB ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന വിധവും സർക്യൂട്ട് വരയ്ക്കാനുള്ള ടൂള് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിനകത്ത് സൈൻ ചെയ്യുന്ന കാര്യങ്ങളും, അതിനുശേഷം ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് സ്കീമാറ്റിക് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും, അതിനുശേഷം സർക്യൂട്ട് വരയ്ക്കാനുള്ള കാര്യങ്ങളും പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ഈ സർക്യൂട്ടിൽ നിന്ന് PCB ലേഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം.